ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സാന്ത്വനം ടു സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ഞാനിത് പറയാൻ പോകുന്നത് തമിഴ് ഭാഗമായിട്ടുള്ള പാണ്ഡ്യൻ സ്റ്റോർ 2 നല്ല അടിപൊളി ഭാഗമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഭാഗം എന്തായാലും മലയാളത്തിൽ കാണാൻ സാധിക്കും. കാരണം ഞാൻ പാണ്ഡ്യൻ സ്റ്റോറിന്റെ റിവ്യൂ പറയുന്നതെല്ലാം തന്നെ ഓൾറെഡി മലയാളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അനുമോളയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ അലോക് നമ്മുടെ ആര്യന്റെ മുമ്പിൽ നാണം കെടുത്താണ്. അവര് രണ്ടുപേരും കൂടി ആര്യനും അതുപോലെ തന്നെ മിത്രയും കൂടി കരിക്ക് നല്ല പ്രണയത്തോടെ ഒരു കരിക്കിൽ 2 സ്ട്രോ ഇട്ടിനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ അത് അലോക് കാണുകയും അലോക് അനുവിനെ പിടിച്ച് തള്ളാണ് വണ്ടിയിൽ നിന്ന്. എടി പോയി എനിക്ക് കരിക്ക് മേടിച്ചിട്ട് വാടി എന്ന് പറഞ്ഞ് പിടിച്ച് തള്ളാണ്. അത് നമ്മുടെ ആര്യൻ കാണുന്നുണ്ട്. ആര്യൻ അലോകായിട്ട് വഴക്കുണ്ടാക്കുമ്പോഴേക്കും മിത്രയും അനുവും കൂടി അവർ രണ്ടിനെ പിടിച്ച് മാറ്റിയ ശേഷം ആ മിത്ര ആര്യനെയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അലോകിനെയും കൂട്ടിക്കൊണ്ട് അനു വണ്ടിയിലേക്ക് പോകുന്നുണ്ട്. അലോക് വണ്ടിയിൽ കയറുമ്പോഴേക്ക് പറയണ്ട്, ഹോ നോക്കിക്കേ, നീ പിടിച്ച് മാറ്റിയത് കൊണ്ടാ, അല്ലെങ്കിൽ നിന്റെ ചേട്ടൻ ആര്യനുണ്ടല്ലോ, ഞാൻ അവനെ നേരത്തെ നോട്ടിട്ട് വെച്ചിരിക്കുക, അവന്റെ കയ്യിൽ നിന്ന് കുറെ വാങ്ങിച്ചാനേ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അനു പറയണ്ട്, ഹം എന്റെ ചേട്ടനെ നീ വാങ്ങിക്കാനോ, എന്റെ ചേട്ടൻ നിനക്കിട്ട് 2 തരുമായിരുന്നു, എന്റെ ചേട്ടന് കിട്ടിയ അടിയുടെ വേദനയൊന്നും നിനക്ക് മാറിയിട്ടില്ലല്ലോ അല്ലെ എന്ന് പറയുമ്പോ ആ കാര്യങ്ങളൊക്കെ ഇനി ആലോചിക്കാണ് ഇവിടെ അലോക് കേട്ടോ. ശരിയാ, ഇവളുടെ ചേട്ടന്മാർക്ക് നല്ല ശക്തിയാണ്, ഇവൾക്കും അങ്ങനെ തന്നെ ശക്തിക്കുറവൊന്നുമില്ല. ഈ ബാലൻ എന്താ ചെറുപ്പം മുതൽ പലചരക്ക് കടക്കാരൻ ബാലൻ ഈ പിള്ളേരെ എല്ലാവരെയും കൂടിയിട്ട് കരാട്ടയ്ക്ക് വിട്ടെന്ന് തോന്നുന്നു. ഇവൾക്കും എന്തൊരു ആരോഗ്യമാണ്, ഒടുക്കത്തെ പൊക്കം തന്നെ, എന്നെക്കാളും ഹൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, ആരോഗ്യം എന്നെക്കാളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിറുപിറുക്കാണ്. ആ സമയത്ത് നമ്മുടെ അനു ചോദിക്കണ്ടേ, അല്ല എന്താ ലോകം ആലോചിക്കണത്? ഓ എനിക്കും എന്റെ ചേട്ടന്മാർക്കും എന്താ ആരോഗ്യമാണെന്ന് ആലോചിക്കണത്? അത് വേറൊന്നും അല്ല ആലോകെ, നമ്മളെ ഭക്ഷണം കഴിക്കില്ല വീട്ടില്, അപ്പൊ അതിനനുസരിച്ചുള്ള പണി ചെയ്യണം, എങ്കിൽ മാത്രമേ ശക്തി കിട്ടുള്ളൂ. ആലോക് ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല വായി തുറക്കണത്, പിന്നെ ശരീരം അനങ്ങാറില്ല, പൊണ്ണത്തടിയല്ലേ ഇത്, അതുകൊണ്ട് പെട്ടെന്ന് ആർക്കും കൈവച്ച ആലോക് നിലത്ത് വീഴും എന്നൊക്കെ പറഞ്ഞ് പുച്ഛത്തോടെ കളിയാക്കുവാട്ടോ. അതേസമയം വീട്ടിലാണെങ്കിൽ മീനാക്ഷി തിരിച്ചു വന്നിട്ട് നമ്മുടെ ഗോമതി അടുത്ത് പറയുന്നുണ്ട്, സ്വീറ്റ്സ് ഒക്കെ കൊടുക്കാട്ടോ എല്ലാവർക്കും. ഇതെന്തിനാ സ്വീറ്റ്സ് എന്ന് ഗോമതി ചോദിക്കുമ്പോ, ആദ്യം അമ്മ അതൊന്ന് കഴുകേ, അതിനുശേഷം ഞാൻ സന്തോഷ വാർത്ത പറയാം. ഈശ്വര, ഇനി മീനുക്ക് വിശേഷമുണ്ടോ എന്നൊക്കെ ഗോമതി ഇങ്ങനെ വിചാരിക്കാണ്. എന്താമേ സ്വീറ്റ്സ് കഴിക്കേ? കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഗോമതി സ്വീറ്റ്സ് കഴിക്കാണ്. എന്താ വിശേഷം പറ. അയ്യോ അമ്മേ, നമ്മുടെ അനുമോള് 95% മാർക്കിലാണ് വിജയിച്ചിരിക്കുന്നത്. അത് കേൾക്കുമ്പോ ഗോമതിക്ക് ആകെ ഭയങ്കര സന്തോഷമാവാട്ടോ. 95%? അവള് ജയിക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഈശ്വര, 90% മുകളിൽ മാർക്ക് മേടിച്ച ഒരുപാട് അമ്പലത്തിൽ വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓ അവള് ജയിച്ച എനിക്കെന്താ, എനിക്കൊന്നുമില്ല, എത്രയോ പേര് പരീക്ഷയ്ക്ക് ജയിക്കുന്നു, അതിന് ഞാൻ എന്ത് ചെയ്യണം? അമ്പലത്തിൽ പോകാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഗോമതി അകത്തേക്ക് പോവാണ്. മീനാക്ഷി മിത്ര എടുത്ത് പറഞ്ഞിട്ട്, അമ്മ നോക്കിക്കോ, ഇപ്പൊ തന്നെ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇപ്പൊ അമ്പലത്തിലേക്ക് ഇറങ്ങും, നോക്കിക്കോ കേട്ടോ എന്ന് പറയാണ്. അത് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗോമതി, ഞാനേ ഒന്ന് പുറത്തു പോവാണ്, ബാലേട്ടന്റെ അടുത്തേക്ക് പോവാണ്. എന്തിനാ ഇപ്പൊ പോണത്? അതെ, വൈകുന്നേരം കറിക്ക് കുറച്ച് സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, അതിനു വേണ്ടി. അതിന് അച്ഛൻ ഇവിടേക്കല്ലേ വരുന്നത്, അച്ഛൻ കൊണ്ടുവരുമ്പോ പോരെ? അതെ, അവർക്ക് രാത്രി വരുമ്പോ കഴിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അവർ വന്ന് കണ്ടിട്ട് ഉണ്ടാക്കാണ്ടല്ല, ഞാൻ പോയിട്ട് വരാം, പിന്നെ ഇവിടെ ഇരുന്ന് മതിയായി, പുറത്തേക്കൊന്നും ഇറങ്ങണ്ടേ എന്ന് പറഞ്ഞിട്ട് ഗോമതി പുറത്തേക്ക് പോവാണ്. ആ സമയത്ത് മീനാക്ഷി മിത്രടുത്ത് പറഞ്ഞിട്ട്, കണ്ടില്ല മിത്രേ, അമ്പലത്തിലേക്ക് പോവാണ് അമ്മ, മോളുടെ സന്തോഷം ദൈവങ്ങളോട് പറഞ്ഞ് നന്ദി പറയാനായിട്ട് എന്നിങ്ങനെ പറയാണ് നമ്മുടെ മീനാക്ഷി കേട്ടോ. മിത്രക്കും സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അനു ജയിച്ച കാര്യം നമ്മുടെ അനുക്കാണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ബാലനെ അറിയിക്കണമെന്ന് തോന്നുവാണ്. അങ്ങനെ അനുവും അതുപോലെ തന്നെ നമ്മുടെ അലോകും കൂടി വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗോമതി സ്റ്റോഴ്സിന്റെ ഫ്രണ്ടിൽ എത്താണ്. അലോക് പറയണ്ട്, എടി അനു, നീ പോയിട്ടെ ഒരു കിലോ അവല് വാങ്ങിച്ചിട്ട് വാന്ന് പറയണം. അവലെന്തിനാ കഴിക്കാൻ? വൈകുന്നേരം തേങ്ങാപ്പീരി ഇട്ടിട്ടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്, അതിനെ വേറെ ഏതെങ്കിലും കടയിൽ പോവാം, ഈ കടയിൽ പോകണ്ട എന്ന് അനു പറയുമ്പോ, എനിക്ക് ഈ കട തന്നെ അവല് വേണം, നീ നല്ല വെള്ള അവല് മേടിച്ചിട്ട് വാ. അലോക് പ്ലീസ്, ഞാൻ പറഞ്ഞ നീ ഒന്ന് കേക്ക്. അനു, നീ ഇറങ്ങുന്നുണ്ടോ അതോ വണ്ടിന്ന് പിടിച്ച് ഞാൻ ഇറക്കണോ? ഇല്ല, ഞാൻ ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് അനു അവിടെ തന്നെ ഇരിക്കുകയാണ്. അലോക് വേഗം തന്നെ വണ്ടിന്ന് ചാടി ഇറങ്ങിയിട്ട് അനു ഇരിക്കുന്ന ഡോറ് തുറക്കുവാട്ടോ. ഇറങ്ങടി എന്ന് പറയുമ്പോ, ഇല്ല ഞാൻ ഇറങ്ങില്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങില്ല, ഇറങ്ങാനല്ലേ പറഞ്ഞ നമ്മൾ പിടിച്ച് വലിച്ചെടുക്കുവാട്ടോ. എന്നിട്ട് പോയി മേടിക്കടി എന്ന് പറയാണ്. അനു പതുക്കെ ഗോമതി സ്റ്റോഴ്സിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ രാമേട്ടൻ അവിടെ ഉണ്ട്, ബാലനുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും ഒന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ദേവി, ഇതാര് അനുമോളോ എന്ന് പറയുമ്പോഴേക്കും ബാലൻ ഇങ്ങനെ നോക്കാനായിട്ട് പറഞ്ഞിട്ട്, അതേ മോളെ ദേവി, നമുക്ക് പരിചയമുള്ള ഒരുപാട് പേര് കടയിൽ വന്നെന്നൊക്കെ ഇരിക്കും, അവരെ മൈൻഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, സാധനം വാങ്ങിയിട്ട് പോവാൻ പറ എന്ന് പറയുമ്പോ അനു പറയണ്ട, അച്ഛൻ ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി വന്നതാണ്. അച്ഛനോ? ആരാടി നിന്റെ അച്ഛൻ? അല്ലച്ച, എന്റെ മാർക്ക് ഇന്ന് വന്നു, റിസൾട്ടേ 95% മാർക്ക് ഉണ്ട് എനിക്ക്.
അതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് ബാലൻ പറയാണ്. അനുക്കാണെങ്കിൽ ആകെ വിഷമോട്ടോ. അനു അവിടെ നിന്ന് ഇറങ്ങി പോകുകയാണ്. അപ്പൊ അലോക് ചോദിക്കണ്ടേ, നീ മേടിക്കാൻ പോയ സാധനം എവിടെ? അവിടെ സാധനം തരില്ലെന്ന് പറഞ്ഞു. തരില്ലെന്ന് പറഞ്ഞു. എന്തായാലും നിന്റെ അച്ഛന് മുമ്പിലെ എനിക്ക് ഷോ കാണിക്കാൻ കിട്ടിയ അവസരമാണ്. അലോക് കുറച്ച് ഷോ ഒക്കെ കാണിച്ചിട്ടാണ് അനുവിനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അനുവിന്റെ മനസ്സിൽ ഇതെല്ലാം തന്നെ കിടക്കുവാട്ടോ ഇങ്ങനെ. അപ്പോ ഇങ്ങനെ ഇവനൊരു പണി കൊടുക്കണം, ഒരു ചാൻസ് കിട്ടെ, ഇവനിട്ട് 2 പണി കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനു. അങ്ങനെ അനുക്ക് ഒരു ദിവസം ഒരു വലിയൊരു ഒരു അവസരം കിട്ടാട്ടോ. വേറൊന്നല്ല, ശരിക്കും അലോക് അത് അനുക്ക് വെക്കണ ഒരു പണി തന്നെയാണ്. പക്ഷെ പെടുന്നതോ നമ്മുടെ രാജശ്രീ ആണെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അനു രാവിലെ തന്നെ കുളിക്കാൻ കയറുമല്ലോ. ആ സമയത്ത് അലോക് ഇങ്ങനെ ഉറങ്ങണ പോലെ നടിക്കുവാട്ടോ. അപ്പൊ അനു കുളിക്കാൻ വേണ്ടി അറ്റാച്ച് ബാത്റൂം ആണ്. അപ്പൊ അനു കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറുന്നുണ്ട്. തിരിച്ചു വരുമ്പോഴേക്കും അവൾക്കിട്ടൊരു പണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നല്ല വെളിച്ചനുണ്ടല്ലോ, അത് ആ സ്റ്റെപ്പിന്റെ സൈഡിലേക്ക് ഇങ്ങനെ ഒഴിച്ചു വെക്കുവാണ്. അവള് തീറ്റി വീഴട്ടെ, വീണ് കൈയും കാലും ഒടിയട്ടെ. വീഴുമ്പോഴേക്ക് ഈ കട്ടിലിൽ തന്നെ തല അടിക്കും. അങ്ങനെയാണെങ്കിൽ അവളുടെ തല പൊട്ടി ചോര വരുന്നത് കണ്ട് ഒരുപാട് ചോര പോയതിനു ശേഷം മാത്രം വിളിച്ചു പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് അലോക് ഇങ്ങനെ കാത്തിരിക്കാട്ടോ. അവള് വരട്ടെ. അഥവാ അവള് വീണത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നടക്കാൻ പോയ വഴിയിൽ എണ്ണ ഒഴിച്ചിട്ടാണ് അവള് എണ്ണ തലയിൽ തേച്ചപ്പോ എണ്ണ നിലത്തേക്ക് വീണു, അതിൽ ചവിട്ടി വീണത്, അത് പറയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മുടെ അലോക് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ അലോകിനെ അച്യുതൻ വിളിച്ചിട്ട് അലോക് അപ്പുറത്തെ റൂമിലേക്ക് പോവാണ്. അപ്പൊ രാജശ്രീ എന്തോ ആവശ്യത്തിന് വേണ്ടിട്ട് തുണി മിഷ്യത്തിലിടാൻ വേണ്ടിട്ട് എന്തോ ഇവരുടെ റൂമിലേക്ക് വരുന്നുണ്ട്. ഹോ, ഈ പിള്ളേരുടെ ഒരു കാര്യം, തുണിയെല്ലാം അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞിട്ടേക്കുവാണ്. ഹോ, ഇനി എല്ലാം മിഷ്യത്തിലിട്ട് ഉണക്കണം. മഴക്കാലം ആയതുകൊണ്ട് ഒരു തുണി പോലും ഉണങ്ങുന്നില്ല. എല്ലാം ഒരുമിച്ച് മിഷ്യത്തിലിടാം. അനുമോളുടെ ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടാവോ എന്തോ? അനു, നിന്റെ ഡ്രസ്സ് എന്തെങ്കിലും മിഷ്യത്തിലിടാനുണ്ടോ? ഇല്ലമ്മേ, ഒരു ഡ്രസ്സും ഇല്ല അമ്മായി, ഞാൻ അലക്കി കൈകൊണ്ട് അലക്കിക്കോളാം, കുഴപ്പമൊന്നുമില്ല. അല്ല മോളെ, മിഷ്യത്തിൽ വേണമെങ്കിൽ ഇട്ടോളാം, മോളെ ഡ്രസ്സ് താ എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൽ ഇങ്ങനെ കൈ നീട്ടാണ്. അപ്പൊ അനു പതുക്കെ ബാത്റൂം തുറന്നിട്ട് ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാത്റൂം ലോക്ക് ചെയ്യാണ് അനു. അപ്പൊ രാജശ്രീ ഇങ്ങനെ നടന്നു പോകുമ്പോഴേക്കും അവിടെയൊക്കെ കാല് തെറ്റി ഷൂന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീഴും കേട്ടോ. രാജശ്രീയുടെ കയ്യും കാലൊക്കെ നന്നായിട്ട് അയ്യോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നില വിളിക്കുകയാണ്. അപ്പൊ തന്നെ ആ ലോക വീണു എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ, ആര് വീണ കാര്യയുടെ പറഞ്ഞത്? നിന്റെ അമ്മയുടെ വീണത്. അത് അമ്മയുടെ കഴിച്ചില്ലല്ല, അനുയുടെ കഴിച്ചില്ല, അനുവാ വീണത്. നീ അനുക്ക് എന്തെങ്കിലും പണി വെച്ചിട്ടുണ്ടായടാ? ഞാൻ അവള് വീഴാൻ വേണ്ടി എണ്ണ ഒഴിച്ചു, എങ്കിലും നിന്റെ അമ്മയാണ് വീണ്ടിക്കണത്, ഓടിപ്പോടാ എന്ന് പറയാണ്. അങ്ങനെ അച്യുതനും അലോകം കൂടി വേഗം നമ്മുടെ റൂമിലേക്ക് പോകുമ്പോഴേക്കും രാജശ്രീ അവിടെ കയ്യും കാലൊക്കെ ഇങ്ങനെ പൊക്കാൻ പറ്റാതെ അങ്ങനെ കിടക്കുവാട്ടോ. അപ്പൊ ഒച്ച കേട്ട് അനുവും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എല്ലാരും കൂടി ഹോസ്പിറ്റലിലേക്ക് പൊക്കിയെടുത്തോണ്ട് പോവാണ്. നോക്കുമ്പോ 2 കൈയും ഒടിഞ്ഞ്, അതുപോലെ തന്നെ കഴുത്തിൽ മറ്റേ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റർ ഉണ്ടല്ലോ, ആ പ്ലാസ്റ്റർ ഇട്ടിട്ട് ഇങ്ങനെ വരുവാട്ടോ. അപ്പൊ രാജശ്രീക്ക് ശരിക്കും അനുവിനോട് ചെറിയ സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ. അത് പണി വെക്കാനല്ല, തന്റെ മോന്റെ ഭാര്യയാണല്ലോ, ആ രീതിയിൽ ചെറിയൊരു സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ പണി കിട്ടുന്നതല്ല രാജശ്രീക്കാണ് മാത്രം. അങ്ങനെ ചെറിയ പണികളൊക്കെ നമ്മൾ അനു ഇങ്ങനെ അലോകിനെ കൊടുത്തോണ്ടിരിക്കാൻ വേണ്ടി പോകുവാട്ടോ. അത് മാത്രമല്ല, അനുവും അതുപോലെ തന്നെ അലോകും കൂടി നാളത്തെ എപ്പിസോഡിൽ ഒരു ഭാഗം കൂടി നമുക്ക് കാണിക്കും കേട്ടോ. ഇത് നാളത്തെ എപ്പിസോഡിന്റെ ഭാഗമാട്ടോ. നമ്മുടെ അനുവും അലോകും കൂടി പുറത്ത് റോട്ടിൽ വെച്ച് ചെറിയൊരു വഴക്ക് ഉണ്ടാക്കുമ്പോഴേക്കും പോലീസുകാരൻ ബൈക്കിന് പോകുന്നുണ്ടാവും. അപ്പൊ ഇവര് വഴക്കുണ്ടാക്കുവാണോ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അനുക്ക് മനസ്സിലായി ആ പോലീസുകാരൻ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. അനു അപ്പൊ തന്നെ, അയ്യോ എന്നെ രക്ഷിക്കണം സാറേ, എന്റെ ഭർത്താവ് ഇയാളെ എന്നെ തല്ലാൻ വേണ്ടി നോക്കുക സാറേ എന്നൊക്കെ പറയാണ്. അപ്പൊ പോലീസുകാരൻ നമ്പർ അനുക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അലോകിന്റെ പറഞ്ഞിട്ട്, ഇവളൊരു കംപ്ലൈന്റ് തന്നെ, ഞാൻ നിന്നെ ജയിലിൽ പിടിച്ചിടോടാ, ഞാൻ കുറെ നേരം നിങ്ങളെ ശ്രദ്ധിക്കണം, നീ ഇവിടെ അടുത്ത് സംസാരിക്കുന്ന രീതി ഒട്ടും ശരിയല്ല മോളെ, നീ ഒരു കംപ്ലൈന്റ് എഴുതാ, നിന്റെ ഭർത്താവിലെയാളെ ഇവിടെ പിടിച്ച് ഞാൻ ജയിലിടാം സാറേ, ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കുക, സാറിന്റെ നമ്പർ എനിക്ക് തന്നിട്ടുണ്ടല്ലോ സാറേ, സാറ് നോക്കിക്കോ, ഇനി ഇയാൾ എന്റെ ദേഹത്ത് കൈ വെക്കുവാണെങ്കിൽ ഞാൻ സാറിനെ വിളിക്കാം, ശരി, ആ ഒരു പേടി നിനക്ക് വേണം കേട്ടോടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലോകിനെ 2 ഭീഷണിപ്പെടുത്തുന്ന പോലീസ് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പൊ അനു അങ്ങനെ ഓരോ ചെറിയ പണികൾ അലോകിനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗം നമുക്ക് ഉടനെ കാണാൻ സാധിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.